إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ അള്ളാഹുവിൻ്റെ വലിയാരാണ്, അതുപോലെ തന്നെ ശരാശരിക്കാരായ ആളുകൾ, അതുപോലെ തന്നെ മുന്നേറിയവരായ ആളുകൾ, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഖുർആൻ അവരെക്കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിൻ്റെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഇസ്ലാം കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വല്ലൈല, രാത്രിയിലും പകലിലുമായി 5 നേരം 5 വഖ്ത് നമസ്കാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കാണ്, ഹൽ അലയ്യ ഗൈറുഹ, ഇതല്ലാതെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എനിക്ക് നിർബന്ധമായിട്ടുള്ള വല്ല ബാധ്യതയുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. ഇനി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് സുന്നത്തായ കാര്യങ്ങളാണ്. അടുത്തതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കേണ്ടുന്നതിന്റെ നിർബന്ധാവസ്ഥയെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോഴദ്ദേഹം ചോദിച്ചു, ഇതല്ലാതെ നിർബന്ധ ബാധ്യതയായിട്ട് എനിക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ നോമ്പിന്റെ വിഷയത്തിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ല ഇല്ലാ അൻ തതവ്വ, ഇല്ല, നിർബന്ധ നോമ്പായിട്ട് ഇതേ ഉള്ളൂ, ഇനി ബാക്കിയുള്ളത് സുന്നത്ത് നോമ്പുകളാണ് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ചോദിച്ചു, ഇതല്ലാതെ നിർബന്ധ ബാധ്യത എനിക്കുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല, പിന്നെയുള്ളത് സ്വതക്കകളാണ്, സുന്നത്തായ സ്വതക്കയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയും ഇതല്ലാതെ നിർബന്ധമായത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയും ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം പറയുകയും പിന്നെ സുന്നത്തായിട്ടുള്ള നോമ്പും നമസ്കാരവും സ്വതക്കയും ഒക്കെ ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അയാൾ ഇതെല്ലാം കേട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസ്, അല്ലാഹു ആണ്, ഇതിൽ നിന്ന് ഞാനൊന്നും കുറക്കുകയുമില്ല, ഇതിൽ കൂടുതൽ ഞാനൊന്നും കൂട്ടുകയുമില്ല.
എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ ഫർദായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതല്ലാതെ കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്യൂല, സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യൂല, ഇതിൽ നിന്ന് ഞാനൊന്നിനെയും കുറക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിച്ചയാളാണ്, അയാൾ സ്വർഗസ്ഥനാണ്, അയാൾക്ക് സ്വർഗം ലഭിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോ ഒരാൾ ഫർദായ കാര്യങ്ങൾ അതിൽ ഒരു വീഴ്ചയുമില്ലാതെ നിർവഹിച്ചാൽ തന്നെ അയാൾ സ്വർഗത്തിൽ പോകും എന്ന് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തരാണ് അള്ളാഹുവിന്റെ ഉന്നതരായ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിന്റെ വലിയുകളായ ആളുകൾ. അവരുടെ പ്രത്യേകത എന്താ? വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബു. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സുന്നത്തായ കർമ്മങ്ങൾ കൂടി ചെയ്തുകൊണ്ടിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്. ഫർളായതിനോടൊപ്പം സുന്നത്തായ കർമ്മങ്ങൾ കൂടി ചെയ്യുന്നവരായിരിക്കും അവർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പോ വലിയല്ലാത്ത ആളുകളോട് അള്ളാഹുവിന് സ്നേഹമില്ല എന്നാണോ? മറ്റുള്ള സൽക്കർമ്മങ്ങളിൽ ഈ വലിയുകളായ ആളുകൾ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരായ ആളുകളോടൊപ്പം മുന്നേറാത്ത ആളുകൾ, ഫർദിന്റെ കാര്യങ്ങളിൽ നല്ല കണിശത പുലർത്തുകയും സുന്നത്തിന്റെ കാര്യത്തിൽ ഒക്കെ അത്രമേൽ ശ്രദ്ധ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണോ? അല്ല, അതിൽ വ്യത്യാസമുണ്ട് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികളിൽ ചിലർ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ അസ്വസ്ഥനായി കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അസ്വസ്ഥനായത് എന്നത് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി. ആ സംസാരങ്ങൾ ഉണ്ടായ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നോ രണ്ടോ ചില പ്രയോഗങ്ങൾ നടത്തി. അത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ തെറ്റ് മനസ്സിലായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് പുറത്തു തരൂല അബൂബക്കറെ. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തന്റെ വസ്ത്രമൊക്കെ കയറ്റിപ്പിടിച്ച് അസ്വസ്ഥനായി വരുന്നത് കണ്ടപ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തോ പ്രയാസമുണ്ട് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു. ഉമറും ഞാനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് പുറത്തു തരൂല എന്ന് എന്നോട് പറഞ്ഞു വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന നിമിഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ. ഉമർ നിനക്ക് പുറത്തു തരില്ല എങ്കിൽ അബൂബക്കർ അല്ലാഹു നിനക്ക് പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഓടി. കാരണം പുറത്തു തരൂല എന്ന് പറഞ്ഞതല്ലേ, വിഷയം ഗൗരവല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല. അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാകുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് അസ്വസ്ഥത കണ്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രിയ കൂട്ടുകാരന് തന്റെ മുഖത്ത് അസ്വസ്ഥതയുണ്ടാകും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്ന് റസൂലിന്റെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ ഞാൻ അക്രമികളിൽ പെട്ടുപോയി. റസൂലെ അബൂബക്കർ എന്നോട് പുറത്തു തരണമെന്ന് പറഞ്ഞപ്പോ പുറത്തു തരൂല എന്ന് ഞാൻ പറഞ്ഞു റസൂലെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന നിമിഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്. ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നത് കള്ളമാണെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു സ്വദഖ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് താങ്കൾ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞത് സ്വീകരിച്ചു. വവാസനി ബിനഫ്സിഹി വമാലി.
തന്റെ ശരീരം കൊണ്ട്, തന്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം എനിക്ക് പിന്തുണ നൽകി. ഫഹൽ അൻതും താരിഖൂലി സ്വാഹിബി, എന്റെ സ്വാഹിബിനെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നിങ്ങൾ എനിക്ക് വിട്ടുതരില്ലേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മുഖം വിവർണമായി അസ്വസ്ഥനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്റെ ചങ്ങാതിയെ നിങ്ങൾ എനിക്ക് വിട്ടുതരില്ലേ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലുമുള്ള ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തുടങ്ങിയ സ്വഹാബികളെല്ലാം, അവരെല്ലാം റസൂലിന്റെ സ്വഹാബികൾ തന്നെയല്ലേ, പിന്നെ എന്താ എന്റെ സ്വാഹിബിനെ നിങ്ങൾ എനിക്ക് വിട്ടുതരില്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് എന്നതാണ്. അതുകൊണ്ട് മറ്റു സഹാബികൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സ്ഥാനമില്ല എന്നതല്ലല്ലോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഫർദ് ആയ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം സുന്നത്തായ കർമ്മങ്ങളിൽ കൂടി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. രാത്രി നമസ്കാരം, ളുഹാ നമസ്കാരം, റവാത്തിബായ സുന്നത്തുകൾ, സുന്നത്ത് നോമ്പ്, ഖുർആൻ പാരായണം, സ്വദഖ, ദിക്ർ, ഇതിലൊക്കെ സൽക്കർമ്മങ്ങൾ, നിർബന്ധമായ കർമ്മങ്ങളോടൊപ്പം ഇതിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുള്ളവരാണ് എന്നതു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. വഇബാദുർ റഹ്മാനുല്ലദീന യംശൂന അലൽ അർദി ഹൗന, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ അടിമകൾ അവർ ദുനിയാവിലൂടെ, ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരായിരിക്കും. നിന്ദ്യരായി, നഷ്ടബോധമുള്ളവരായി നടക്കുന്നവരല്ല. അന്തസ്സും ഇസ്സത്തും വഖാറത്തും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് അവർ. പക്ഷേ വിനയത്തോടുകൂടിയായിരിക്കും അവർ നടക്കുക. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, വിവരം കെട്ട ആളുകൾ വിവരക്കേടിന്റെ വർത്തമാനങ്ങളുമായി വന്നാൽ സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നവരായിരിക്കും അവർ. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ, നിങ്ങൾക്ക് സമാധാനം, വിവരമില്ലാത്ത ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കളയുന്നവരായിരിക്കും അവർ. വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയാണ്, അല്ലാഹു ഈ ദീനിനെ പറ്റിയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയൊക്കെ പരിഹസിച്ച് വർത്തമാനം പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തിയാൽ, നിങ്ങൾ കണ്ടാൽ ഫഅഅരിദ് അൻഹും, താങ്കൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക റസൂലേ. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, അതല്ലാത്ത വർത്തമാനങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നത് വരെ അവരിൽ നിന്ന് റസൂലേ താങ്കൾ മാറി നിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത് കേൾക്കുന്നിടത്ത് വിശ്വാസിയായ ഒരാൾക്ക് നിൽക്കാൻ കഴിയൂല. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായ ഇബാദുർ റഹ്മാനായ ആളുകൾക്ക് അത് കേട്ടു നിൽക്കാൻ കഴിയൂല, അവിടെ നിന്ന് മാറിപ്പോകണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അവരുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് പറഞ്ഞു തരുന്നത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവരുടെ രാത്രികളിൽ അവർ സുജൂദിലും ഖിയാമിലുമായി കൊണ്ട് രാത്രി ഉറക്കമൊടിച്ച അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നവരായിരിക്കും അവർ എന്ന് ഖുർആൻ അങ്ങനെയുള്ള ഇബാദുർ റഹ്മാനായ ആളുകളെ അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു തരാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഈ മുത്തഖീങ്ങളായ ആളുകൾ അവർ സ്വർഗ്ഗത്തിലും തോട്ടങ്ങളിലും മരുവികളിലുമായിരിക്കും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. അതിനുള്ള കാരണം അവർ അതിനു മുൻപ് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകളാണ് എന്നതാണ്. കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രികളിൽ കുറച്ചു മാത്രം ഉറങ്ങുന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നമസ്കരിക്കുവാൻ വേണ്ടി തന്റെ രാത്രിയുടെ സമയങ്ങളിൽ ഒരു സമയം മാറ്റിവെക്കുന്ന ആളുകളാണ് അവർ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പ്രഭാതത്തിന് മുമ്പുള്ള പുലർവേളകളിൽ സുബഹിക്ക് തൊട്ട് മുൻപുള്ള സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന ആളുകളാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളെ പറ്റി നമുക്ക് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിൽ സുന്നത്തായ കർമ്മങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടാകുന്ന രീതിയിൽ ആ വിഷയത്തിൽ ശ്രദ്ധയുള്ള ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലിസ് സ്വലാത്തി വഅസ്കസ് സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ.
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഈ അള്ളാഹുവിൻ്റെ വലിയുകൾ എന്ന് പറയുമ്പോൾ അവരെ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുവാനുള്ള എന്തെങ്കിലും രൂപമോ ഭാവമോ ഒന്നും അവർക്കുണ്ടാവുകയില്ല എന്നതാണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ജനങ്ങൾക്ക് വിലക്കപ്പെട്ട ഏതൊരു കാര്യവും അവർക്കും വിലക്കപ്പെട്ടത് തന്നെയായിരിക്കും. ജനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അവർക്കും അനുവദിക്കപ്പെട്ടതായിരിക്കും. അല്ലാതെ അവർ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ സാധാരണ ജനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തരായി പ്രവർത്തിക്കുന്ന ആളുകൾ തിരിച്ചറിയുന്ന രൂപമോ ഭാവമോ ഒന്നും ഉള്ളവരായിരിക്കുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളായ ആളുകൾക്കിടയിൽ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കുകയില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫീ. അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെടുന്നു. അടിമയുടെ പ്രത്യേകത എന്താ? അയാൾ ഭക്തനായിരിക്കും, തഖിയ്യായിരിക്കും. അൽ ഖനി സാമ്പത്തികമായ കഴിവുള്ളവനായിരിക്കും. അൽ ഖഫീ എന്നാൽ ആളുകൾ അയാൾ ചെയ്യുന്നത് അറിയണം എന്ന് ഇഷ്ടപ്പെടുന്നവനായിരിക്കുകയില്ല എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. ഞാൻ വലിയാണ്, ഞാൻ അള്ളാന്റെ അടുക്കൽ ഏറ്റവും അടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന പല വേഷങ്ങളും കോലവും ഒക്കെ ധരിച്ച് ആളുകൾക്കിടയിൽ വ്യത്യസ്തരായി അറിയപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ മുന്നിലേക്ക് ഒരുത്തൻ ഞാൻ വലിയാണ് എന്ന് വാദിച്ചു വന്നാൽ നമ്മൾ അവനോട് പറയണം നീ വലിയ അല്ല എന്ന്. കാരണം ഒരിക്കലും പടച്ചോന്റെ വലിയ ഒരാൾ അയാൾ ഞാനൊരു വലിയാണ് എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയില്ല. ഫലാ തുസക്കു അൻഫുസകും, നിങ്ങൾ ആത്മപ്രശംസ നടത്തരുത്. ആ തഖ്വയുള്ള ആളുകളെ പറ്റി അള്ളാഹുവിനറിയാം. സ്വയം തന്നെ പ്രശംസിക്കുന്ന രീതി ഒരു വലിയായ ഒരാളിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വമ്പനാണെന്ന് വിചാരിക്കുന്നവനല്ല, മറിച്ച് എപ്പോഴും സ്വയം വിമർശിക്കുകയും വിലയിരുത്തുകയും സ്വയം തന്നെ വിചാരണ ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും അവർ. വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. പടച്ചവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ഭയത്താൽ അവരുടെ ഹൃദയം വിറകൊള്ളുന്നവരായ ആളുകളാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പ്രശംസിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദുനിയാവിൽ ലഭിക്കുന്ന കാര്യമാണ് അവർ കേൾക്കുന്ന കാത് അള്ളാഹുവായി മാറും. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതല്ലാതെ കേൾക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ കാണുന്ന കണ്ണ് അള്ളാഹുവായി മാറും. അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ലാതെ കാണുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ പിടിക്കുന്ന കയ്യും അവർ നടക്കുന്ന കാലുമെല്ലാം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതിലേക്കല്ലാതെ നടക്കാനോ പിടിക്കാനോ അവർക്ക് സാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ആളുകളെ പറ്റി നമുക്ക് പ്രശംസിച്ച് പറഞ്ഞു തരികയാണ്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തീർത്തിരിക്കുന്നു അൽ ഈമാന, ഈമാനിനെ, വസയ്യനഹു ഫീ ഖുലൂബികും, അതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അതുപോലെ തന്നെ കുഫ്റിനെ, തമ്മാടിത്തത്തെ, അനുസരണക്കേടിനെയെല്ലാം നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി അള്ളാഹു മാറ്റിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പ്രശംസിച്ചു പറഞ്ഞു തരികയാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാവുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, പടച്ചവന് വേണ്ടി നന്മകളിൽ മുന്നേറുവാനുള്ള എല്ലാ വഴികളിലും മുന്നേറുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി മാറുക, അവന്റെ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.